കാരണം അവൻ എന്നെക്കാളും സീനിയറാണ് അങ്ങനെ നോക്കുമ്പോൾ. അപ്പൊ എന്നോട് ആദ്യം ചോദിച്ചേട്ടൻ ഇപ്പൊ എത്ര സിനിമയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുറച്ചേടെ അതിനേക്കാളും കൂടുതൽ. ഈ പണ്ടൊക്കെ ഈ നായകന്മാരുണ്ടാവുമ്പോ അവരെ ഇങ്ങനെ ഫോർ ഷാഡോ ചെയ്യാൻ വേണ്ടിട്ടൊരു ഞാൻ നായകനായ പടത്തിൽ പോലും ഞാൻ ആരുടെ മുകളിലും അല്ല. ഒരിക്കലും ഞാൻ എന്റെ മുകളിൽ എത്തിയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? പള്ളിയിലച്ഛൻ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ സിനിമയിൽ പോലും വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ജേണി നമ്മളങ്ങനെ ഈ ഓഡീഷൻസ് വഴി സിനിമയിലെത്ത എളുപ്പം തന്നെ. നമ്മൾ ചെയ്താൽ പോലെ നമ്മൾ സെലക്ട് ചെയ്യണവര് നമ്മുടെ ബെസ്റ്റ് ട്രൈ ചെയ്യണം. അവിടെ ഞാൻ വെറുതെ ചെയ്താൽ പോരാ, അത് സെലക്ട് ചെയ്യണം. ഈ അടികപ്പേരെ കൂട്ടാൻ വേണ്ടിട്ട് രണ്ടാം ഭാഗം വരുമല്ലോ. അപ്പൊ ശരീരത്തിൽ വലിയ മാറ്റം വരുത്തണ്ടേ പണ്ടത്തെ കഥാപാത്രം? അതുകൊണ്ടാണല്ലോ ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ ശരിയാവണമെങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടി വരും. നമ്മൾ തെരഞ്ഞെടുത്തിട്ട് അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. പ്രേമത്തിനും ജൂണിനൊക്കെ ഉള്ള ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, ഈ പല ഏജിലുള്ള ലവ് സ്റ്റോറി. പിന്നെ അവിടുന്ന് എനിക്ക് തോന്നുന്നു തട്ടം അല്ലെങ്കിൽ GVMന്റെ പടങ്ങളൊക്കെ വന്നപ്പോഴാണ് റൊമാൻസിന് പോലും ഒരു പേസ് അല്ലെങ്കിൽ അടുത്തടുത്ത ജമ്പാണ് പലതും. ഓശാനയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ധ്യാൻ ശ്രീനിവാസൻ, സിനിമയിലെ നായകൻ ബാലാജി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വർഷാസ് മിനു സി ചോദ്യമാണ്. ശരി, നമസ്കാരം. പള്ളിയിലച്ഛൻ അത് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. സിനിമയിൽ പോലും വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ എന്തും ചെയ്യുന്ന അറിയാലോ. അറിയാം. എന്താ പള്ളിയിലച്ഛൻ നമ്മളാ ക്യാരക്ടർ പിടിച്ചങ്ങ് പോവല്ലേ. നമ്മുടെ ആ ഒരു ജേണി നമ്മളങ്ങനെ ലൈഫിൽ അങ്ങനെയൊക്കെ പോവല്ലേ. പുതിയ നായകനാണ്, സിനിമയിൽ തുടങ്ങിയിട്ടുള്ള നായക നടനാണ്. ഒരു നായക നടന് എന്താണ് സർവൈവ് ചെയ്യാൻ വേണ്ടതെന്ന് ഉപദേശിച്ചാൽ? അവൻ അതൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന അവന്റെ എന്തൊക്കെ പഠിച്ചു? അല്ല, അവന് കറക്റ്റ് നിക്കാൻ അറിയാവുന്ന, വളരെയധികം വിനയം. ഒരാൾക്ക് പ്രധാനമായി വേണ്ടത് അതൊക്കെയാണല്ലോ. വിനയം, നന്നായി സംസാരിക്കാൻ അറിയാം, പെരുമാറ്റം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അത്യാവശ്യം കാര്യവിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസ് വേണം. അതോടൊപ്പം തന്നെ വരുന്ന ആരെയും വെറുപ്പിക്കാതിരിക്കുക. ഓക്കെ, ആരെയും വെറുപ്പിക്കുന്ന സംസാരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇത് ഇല്ല. തിരക്കടില്ലാതെ സ്വാഭാവികമായിട്ടും അഭിനയിക്കാൻ അറിയാതെ ഒരാളെ പുതിയൊരു പടത്തിൽ ഒരാളെ കാസ്റ്റ് ചെയ്തു. നന്നായി തിരക്കുള്ള ട്രെയിലറിൽ കണ്ടപ്പോഴും അതിന്റെ പാട്ടൊക്കെ ഉണ്ട്. ഭയങ്കര ഐറ്റമാണ്. ഐറ്റ സോങ് അല്ല, അവന് ആ പാട്ടിൽ വന്നൊരു ഐറ്റമാണ്. അപ്പൊ അത്തരത്തില് അവന്റെ എന്താ പറയണ്ടേ, ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പടം എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൈസ് ഡബ്യൂ ആയിരിക്കും. ചേട്ടാ, ഈ പണ്ടൊക്കെ ഈ നായകന്മാരുണ്ടാവുമ്പോ അവരെ ഇങ്ങനെ ഫോർ ഷാഡോ ചെയ്യാൻ വേണ്ടിട്ട് ഒരു മെയിൻ സീനിയർ ആക്ടർ ഉണ്ടാവും ചില പടത്തിലൊക്കെ. ഇപ്പൊ കലാഭവൻ ചേട്ടൻ ഉണ്ടാവും ചില സമയങ്ങളിൽ. പണ്ടത്തെ സിനിമകളാണെങ്കിൽ സുകുമാരൻ ചേട്ടൻ ഉണ്ടാവും. ഞാനല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ നായകനായ പടത്തിൽ പോലും ഞാൻ ആരുടെ മുകളിലും അല്ല. ഒരിക്കലും ഞാൻ എന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പൊ അറിയില്ലേ ചില മിക്കവാറും എന്റെ സിനിമകളിൽ ഈ സംഭവിച്ചിട്ടുണ്ടോ നീ പറഞ്ഞ ഐറണി? അയ്യോ, ബൈ ദ വൈ, മറ്റേ ബുള്ളറ്റ് ഡയറീസിന് നല്ല റെസ്പോൺസ് ഉണ്ട് OTT റിലീസിന് ശേഷം കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ അതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. സീരിയസ്ലി ഞാൻ അല്ല, ഒരുപാട് സ്ഥലത്ത് അതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ റിസീവ് ആയിട്ടില്ല എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പുകളൊക്കെ ശരിയാവുന്നുണ്ട് ഞാൻ ചേട്ടാ. ഇല്ല. അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ ശരിയാവണമെങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടി വരും. നമ്മൾ തെരഞ്ഞെടുത്തിട്ട് അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. സ്മിത ചേച്ചിക്ക് എന്താണ് ധ്യാൻ ചേട്ടനോട് ഇത്രയും വാത്സല്യവും ഇഷ്ടവും തരാൻ കാരണം? കുറെ സ്ഥലത്ത് ഞാൻ ആത്യന്തികമായി ഞാൻ നല്ലൊരു മനുഷ്യനാണ്. തുടക്കമാണ്. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി ഉണ്ടല്ലോ, 3 കാലഘട്ടം പ്രേമം പോലത്തെ ടെംപ്ലേറ്റ്. അപ്പൊ അത് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു ഏരിയ ആണോ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ? അങ്ങനത്തെ തോന്നിയിട്ടുണ്ടോ? ഈ റൊമാൻറ്റിക് ഹീറോസ് ആയിട്ട് തുടങ്ങുമ്പോൾ അവരിലെ കുറച്ചും കൂടി സ്വീകാര്യത ഉണ്ടാവും. ഒന്നാമത്തെ ദിവസം ഞാനിത് ചൂസ് ചെയ്തെടുത്ത സ്ക്രിപ്റ്റ് അല്ലേ. ഞാൻ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഓഡീഷൻ ത്രൂ വന്ന പരിപാടിയാണ് ഇത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ചാൻസ് കിട്ടുക, പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടുക എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ലാണ്ട് എനിക്ക് പറഞ്ഞ പോലെ മറ്റേ ഈ ടെംപ്ലേറ്റ് പരിപാടി അത്ര ഡീപ്പായിട്ടൊന്നുമില്ല. ചാൻസ് കിട്ടുക, സിനിമ ചെയ്യുക, അത് തന്നെ. കാരണം അവൻ എന്നെക്കാളും സീനിയറാണ് അങ്ങനെ നോക്കുമ്പോൾ. അവൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എത്ര വർഷം? അവൻ ഏകദേശം എന്നോട് ആദ്യം തന്നെ വന്നപ്പോൾ എന്നോട് അതാ പറഞ്ഞത്,
ചേട്ടൻ എത്ര സിനിമ ചെയ്യുന്നത് എന്തോ ചോദിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത്ര സിനിമയൊന്നുമില്ല. ഇത്ര 100-150 പരസ്യങ്ങളോ ഇതായിരുന്നു. ദൃശ്യത്തിന്റെ സീനിന്റെ ലാലേട്ടൻ മറ്റേത് പോകുമ്പോൾ മറ്റേ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ബാക്കിൽ ബസ്സിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇവന് മാത്രം അല്ലേ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. അപ്പൊ എന്നോട് ആദ്യം ചോദിച്ചേട്ടൻ ഇപ്പൊ എത്ര സിനിമയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുറച്ചേടാ ഞാൻ അതിനേക്കാളും കൂടുതലായിരുന്നു. അപ്പൊ സീനിയോറിറ്റി നോക്കുമ്പോഴും എണ്ണം നോക്കുമ്പോഴും ലൊക്കേഷൻ കണ്ടതൊക്കെ എന്നെക്കാളും കൂടുതലായിരിക്കും. പരസ്യങ്ങൾ അവൻ എനിക്ക് തോന്നുന്നു ഉള്ള കല്യാണം മറ്റേ ക്രൗഡിലൊക്കെ നിൽക്കും മൈജിന്റെ ഒക്കെ നിൽക്കുമ്പോ അതിലൊക്കെ ഉണ്ടാവൻ. കാര്യല്ലേ? അപ്പൊ എത്ര സെറ്റ് എക്സ്പീരിയൻസ് ആണ്. അവിടുന്ന് അവൻ പടത്തിന്റെ ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ നായകനല്ലേ. അപ്പൊ എന്തൊരു ജീവിതത്തിന്റെ സിനിമ കഥ പോലെ അല്ലേ. നല്ല രീതിയിൽ പറഞ്ഞല്ലേ പോസിറ്റീവ്. അതെ എനിക്ക് ഭയങ്കര അത് കാര്യമായിട്ട് തോന്നി. ഈ സിനിമ അത് ഉണ്ടാക്കുന്ന ഒരു ഗ്ലിറ്റിംഗ് ഗ്ലാമർ ഒക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി പാഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. നമുക്ക് സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടി സിനിമയോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവണം. കുറെ കാലം താമസിക്കും ചിലപ്പോൾ ഒരു സിനിമ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? എനിക്ക് ആക്ച്വലി മൂവി വരാൻ തുടങ്ങി ചെറുപ്പം തൊട്ടേ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂവീസ് കുറേ കാണും. പിന്നെ ഇങ്ങനെ നമുക്ക് എന്തുകൊണ്ട് മൂവിയിൽ ചെയ്തുകൂടാ അങ്ങനെ വന്ന് ദേ ഇപ്പോൾ ഓഷാന അങ്ങനെ തമിഴ് മൂവി തെലുഗു അങ്ങനെ മൂവി ചെയ്തിട്ട്. ഈ ഓഡീഷൻസ് വഴി സിനിമയിലെത്താൻ എളുപ്പം തന്നെ അതോ? ഓഡീഷൻസ് നമ്മൾ ചെയ്താൽ പോലെ നമ്മൾ സെലക്ട് ചെയ്യണവര് നമ്മൾ നമ്മുടെ ബെസ്റ്റ് ട്രൈ ചെയ്യുന്നു. അതെനിക്ക് മനസ്സിലായി. വെറുതെ ചെയ്താൽ പോരാ, അത് സെലക്ട് ചെയ്യണം. വെറുതെ ചോദ്യം ചോദിച്ചാൽ പോരാ, ഉത്തരം പറയണമെന്ന് നമ്മൾ ബെസ്റ്റ് കൊടുക്കുന്നു, അവരത് നോക്കിയിട്ട് സെലക്ട് ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി അവർ ഔട്ട്ലൈൻ പറയും. അപ്പൊ നമ്മൾക്ക് ഒരു സീൻ അങ്ങനെ തന്നിട്ട്. അപ്പൊ എത്ര ഓഡീഷൻസ് കഴിഞ്ഞു? ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഓഡീഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മൂവി കണ്ട് ഐ മീൻ മലയാളത്തിലല്ല വേറെ ലാംഗ്വേജസിൽ. ധ്യാൻ ചേട്ടാ, ഈ ധ്യാൻ ചേട്ടൻ്റെ ഈ ഇന്റർവ്യൂകളൊക്കെ കണ്ടിട്ട് ആളുകൾ ചോദിക്കാറുണ്ട്, ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇരുന്ന് സംസാരിക്കുന്ന ടോക്ക് ഷോകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പം കരൺ ജോഹർ ഷോ ഒക്കെ പോലെ, ഐ മീൻ കോഫി വിത്ത് കരൺ പോലെ. അങ്ങനെ ഏതെങ്കിലും വലിയൊരു ബ്രാൻഡ് ഒരു ഭയങ്കര വലിയൊരു പ്രൊജക്ട് പോലെയൊക്കെ വന്ന് സമീപിച്ചിട്ടുണ്ടോ? 1-2 ചാനൽ സമീപിച്ചു. അങ്ങനെ ടോക്സ് ഒക്കെ നടക്കുന്നു. ഓ നൈസ്. അങ്ങനെയാണെങ്കിൽ ഈ സമാഗം അതുപോലെ വലിയ വലിയ ടോക്ക് ഷോകളൊക്കെ പോലെ ഒരു ധ്യാൻ ശ്രീനിവാസൻ ഷോ ഉണ്ടാവും. സാമ്പത്തികം കൂടെ നോക്കണം. നല്ല പൈസ കിട്ടുവാണെങ്കിൽ വൈ നോട്ട്. നീ നല്ല പൈസ കിട്ടിയപ്പോ ചാനൽ മാറിയില്ലേ ശമ്പളം. പിന്നെ ഞാൻ കഴിഞ്ഞ ചാനലിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ ശമ്പളമാണോ നിനക്ക് ഇപ്പോൾ കിട്ടുന്നത്? തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ നമ്മുടെ വരുമാനവും സാമ്പത്തികമൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മള് ഇതുപോലത്തെ പരിപാടിയൊക്കെ പിടിക്കുക. നീ ഇപ്പോഴും എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? സത്യം ജീവിക്കുക. ഈ ഓണത്തിന് മറ്റേ പരസ്യങ്ങളിൽ മൊത്തം ധ്യാൻ ചേട്ടനായിരുന്നു. ഡിജിറ്റലില്. അപ്പൊ ഈ ഡിജിറ്റൽ വേൾഡിലെ ഒരു നവസാധ്യതകള് മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര അവിടെ സഫാരി ടി വി വെച്ചൊരു സാധ്യത തുറന്ന പോലെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ധ്യാൻ ചേട്ടൻ ഉണ്ടാകുമ്പോ അതിനെങ്ങനെ ഫീൽ ചെയ്യുന്നത്? അതിനെങ്ങനെ ഫീൽ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു സമയമാണല്ലോ ഇപ്പൊ. കാരണം ഞാൻ സ്വിഗ്ഗിന്റെ ഇത് ചെയ്ത് ബാറ്റിൽ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റി. ചെയ്യാൻ പറ്റാത്ത മൈജി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട് ചെയ്യാൻ പറ്റാത്തൊരു 10ഓളം പരസ്യങ്ങളുണ്ട് ഇതിനിടയിൽ. അപ്പൊ ഇതൊരു സമയം, കാരണം എല്ലാ കാലവും ഈ സീസൺ ഉണ്ടാവില്ല. കാരണം ഇനിയിപ്പോ നമ്മളെ കണ്ടുമടുക്കും. കാരണം എപ്പോഴും ഈ സാധനം ഉണ്ടാവണമല്ലോ. അപ്പൊ നമ്മൾ ആ കറക്റ്റ് ആ സമയത്ത് നമുക്കൊരു ഒരു ഡിജിറ്റൽ നമുക്കൊരു സ്പേസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന സമയത്താണല്ലോ ആൾക്കാർ വിളിക്കുന്നത് നമ്മളെ. ആ സമയം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ അതിനെ വിനിയോഗം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ആ സമയം ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് ഒരു ഗ്യാപ്പ് കിട്ടി. അപ്പൊ എന്തുകൊണ്ട് നമ്മളെ ചെയ്യുന്ന അതേ ജോലിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അഭിനയം തന്നെയാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഓണത്തിന്റെ സമയം വന്നപ്പോൾ കുറച്ച് സമയം എനിക്ക് കിട്ടിയപ്പോൾ എല്ലാ ദിവസവും ഒരുവിധം ഒരു 4-5 എനിക്കൊന്ന് 5-6 ചെയ്തു അതുപോലത്തെ. ഈ നമ്മുടെ ശരീരം കൊണ്ടൊക്കെ ഒരുങ്ങണ്ടല്ലേ, മനസ്സുകൊണ്ടൊക്കെ ഒരുങ്ങണ്ട, അങ്ങനെ ഒരു ഭീകര ഒരു റോള് വന്നു എന്ന് വിചാരിക്കുക ധ്യാൻ ചേട്ടന്. അപ്പൊ എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ട് ഫേസ് സിമിലാരിറ്റി ഉണ്ടോ അങ്ങനെ എന്തൊക്കെ? ഇപ്പൊ ആട് ജീവിതം പോലെയൊക്കെ ഒന്ന് അങ്ങനെ വന്നാൽ ഞാൻ എപ്പോഴെങ്കിലും കരിയറിൽ അത് ചൂസ് ചെയ്യുക? അത് എപ്പോഴും ഇത് തന്നെയായിരിക്കും, വരുന്നു എടുക്കുന്നു ചെയ്യുന്നു? അത് ഞാൻ പറഞ്ഞ കാരണം ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കൊറോണ സമയത്ത് തുടങ്ങിയതിന്റെ തുടങ്ങിയതിന്റെ ആണ് പലതും ഇങ്ങനെ വന്ന് നീണ്ടു പോയതും പരിപാടിയൊക്കെ. അപ്പം ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് സാച്ചുറേറ്റഡ് ആവും, നമുക്കും മടുക്കും, നമുക്കും ചെയ്ത് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ഒരു അവസ്ഥയാവും, ജോലി മാത്രമാവും, നമുക്ക് ഭയങ്കര മെക്കാനിക്കലായി തുടങ്ങും. അങ്ങനെ ഒരു പോയിന്റ് എത്തി ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ പല സ്ഥലത്ത് നമുക്ക് കഥ അറിയില്ല, കഥാപാത്രം അറിയില്ല, ഒന്നും അറിയാതെ പോയി. എന്ന് വെച്ചാൽ അത് ഞാൻ ഈ പറഞ്ഞ ആടുജീവിതം പോലെ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസന്റെ ഏട്ടൻ്റെ എല്ലാം പടം പോലും ഞാൻ തലേ ദിവസം പോയി കഥ കേട്ടിട്ട് പിറ്റേ ദിവസം തലേ ദിവസം വരെ വക്കീലായിട്ടൊക്കെ അഭിനയിച്ചിട്ടാണ് പിറ്റേ ദിവസം മുടി നടിച്ചിട്ട് പഠിച്ചിട്ട് ഞാൻ അഭിനയിക്കുന്നത്.
അപ്പോൾ നമുക്ക് അതിനുള്ള സമയമോ ഒന്നും ഇൻഡെപ്ത് ആയിട്ട് ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കി അതിൻ്റെ സ്കിന്നിലോട്ട് ഇറങ്ങിയിട്ട്, കാരണം അത് കഴിഞ്ഞിട്ട് തന്നെ കുറേ പേര് എന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിക്കുന്ന ഇൻക്ലൂഡിങ് മെയിൻ സ്ട്രീം സൂപ്പർ സ്റ്റാർസ് വരെ എന്നെ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിൻ്റെ നീ അത് സ്കിന്നിലോട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെന്താന്ന് പോലും നമുക്കറിയില്ല. നേരത്തെ അവൻ പറഞ്ഞ പോലെ അവൻ്റെ ഫസ്റ്റ് പടത്തിൽ അവനത് കിട്ടിയ അവസരം ഇതാക്കി എന്ന് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയൊരു ചാൻസ് എനിക്ക് ആ സമയത്ത് നമ്മൾ ചെയ്തു എന്നല്ലാതെ അതിനു വേണ്ടി ഒരു പ്രിപ്പറേഷനോ എടുക്കാനുള്ള കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പം നാളെ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇനി അങ്ങനെ ചെയ്യേണ്ട കഥാപാത്രങ്ങളെല്ലാം അത്തരത്തിലുള്ള കഥകളൊക്കെ നമ്മളെ വെച്ചിട്ട് ആൾക്കാർ ആലോചിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെയുള്ള ആലോചനകൾ വരണമെങ്കിൽ നമ്മളത് ബോഡി ഓഫ് വർക്കും അത്രത്തോളം നല്ലതായിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് അഭിനയിക്കാൻ തിരക്കില്ലാതെ അറിയാമെന്ന് മാത്രം കാര്യമില്ല, കുഴപ്പമില്ല, കാരണം ഇവിടെ എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. പക്ഷെ പ്രൊവൈഡഡ് നമ്മുടെ ബോഡി ഓഫ് വർക്ക് നമ്മളെ ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന രീതി എല്ലാം മാറ്റേഴ്സ്. പിന്നെ ഡെഫിനറ്റ്ലി ഒരു സർക്കിൾ ഓഫ് ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് വരിക അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടല്ലോ, അറിയാലോ. അത്തരത്തിൽ അപ്പം ഇപ്പം ഏട്ടൻ്റെ പടമായത് കൊണ്ടാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സിനിമ എനിക്ക് വരുമായിരുന്നു ഒരിക്കലും ഇല്ല. സ്ലോലി ഗ്രാജുവലി നമ്മൾ അതുപോലത്തെ ഒരു ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത അസോസിയേറ്റ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത അവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങി. അപ്പം ഇനി പതിയെ ആൾക്കാർ നമ്മളെ പറ്റി അല്ലെങ്കിൽ ഒരു പടം കഴിയുമ്പോഴേക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ലാതെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതിനെ ചെയ്തിട്ട് കുറച്ചൊരു ഓവർഫ്ലോ പോലെ കുറേ പടങ്ങൾ വന്നു. നല്ലത് പക്ഷേ കുറേ ചെയ്ത് തീർക്കാനുള്ള കുറേ പരിപാടി ഉള്ളത് കൊണ്ട് ആ നല്ലത് പോലും പിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ഫ്യൂച്ചറിൽ ഭയങ്കര ഒരു പ്ലാനിങ്ങോടുകൂടി ഞാൻ ഇപ്പോൾ തന്നെ അപ്രോച്ച് ചെയ്യുന്നില്ല. ബിക്കോസ് ആസ് സച്ച് പടങ്ങളുണ്ട്, ആ തീർത്ത് പോവുക, കമ്മിറ്റ്മെൻറ്റ്സ് തീർത്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു നിയർ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം മേ ബി ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു കരിയറിനെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ചെയ്യുമായിരിക്കും. ബിക്കോസ് എനിക്ക് വലിയ പാഷൻ, നേരത്തെ പറഞ്ഞ ഒക്കെ ഉള്ള ഒരു പാഷനൊന്നും എനിക്ക് അഭിനയത്തിനോടില്ല. എനിക്ക് സിനിമയോടുണ്ട്, പക്ഷേ എനിക്ക് അഭിനയം എനിക്ക് എപ്പോഴും എന്നെ മടുപ്പിച്ചിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യാനൊക്കെയാണ് താല്പര്യം. പക്ഷേ വലിയ സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും വലിയ സമയം എടുക്കുന്നതുകൊണ്ടും കുറേ കാലം പലരുടെയും പുറകെ നടന്ന് നമ്മൾ അവശനായി പോകേണ്ട ഒരു അവസ്ഥയുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. കാരണം എല്ലാവരും തിരക്കാണ്, എല്ലാവർക്കും കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ പോയി അന്വേഷിച്ച ആൾക്കാർക്കൊക്കെ സിനിമകളും വലിയ പടങ്ങളും ഉണ്ട്. അപ്പം എപ്പോഴും പടങ്ങളുണ്ട് പലർക്കും. ചിലപ്പം കഥ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ എന്നാൽ പോലും നമുക്കും എവിടെയൊക്കെ ഒരു തടസ്സം, ബ്ലോക്ക് എനിക്കുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഉള്ളൊരു ഈ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ആക്ടിങ് കരിയർ അങ്ങനെ അങ്ങ് പോസ്റ്റ് ചെയ്ത് പോകാന്നുള്ളൊരു തീരുമാനം എടുത്തു. ഈ നമ്മുടെ പ്രേമത്തിനും ജൂണിനൊക്കെ ഉള്ളൊരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, ഈ പല ഏജിലുള്ള ലവ് സ്റ്റോറി, പല ഏജിലുള്ള പ്രണയങ്ങൾ, അത് ഓശാനയിലും ഉണ്ടാവും ആ ഒരു രസം. വർക്ക് ചെയ്തതെന്ന് ഞാൻ ചേട്ടൻ എന്താ മനസ്സിലായിട്ടില്ല? ഇച്ചിരി ഡ്രാമ ഉണ്ട് ഇതിനകത്ത് ഓശാനയിൽ. പിന്നെ കുറച്ചുകൂടെ ഇമോഷണലാണ് എനിക്ക് തോന്നുന്നു. കുറച്ചൊരു ഏർലി ലേറ്റ് 90s ഒക്കെ അല്ലെങ്കിൽ 2000 ആ സമയത്തൊക്കെയുള്ള മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രാമയൊക്കെ ഉള്ളൊരു കുറച്ച് ഇമോഷനും കൺഫ്യൂഷനും അല്ലെങ്കിൽ മറ്റേതൊക്കെ കുറച്ചുകൂടെ കുറച്ചുകൂടെ വാക്കി ക്വർക്കി സാധനങ്ങളൊക്കെയാണ്. പ്രേമമൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതല്ല, ഇത് കുറച്ചുകൂടെ സ്ലോ പേസ്ഡ് ആ ഒരു മെലോ ഡ്രാമയൊക്കെ ഉള്ള സ്ലോ ആയിട്ട് പോകുന്ന ഒരു സ്ലോ ബേൺ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ഓർഗാനിക് സാധനം ഉണ്ട് ഇതിനകത്ത്. സോ അവൻ്റെ കാലഘട്ടം പല 2-3 കാലഘട്ടങ്ങളുണ്ടല്ലേ, 4 കാലഘട്ടം കാണിക്കുമ്പോൾ അതിൻ്റെ പേസ് ആക്ച്വലി ഈ പ്രേമത്തിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് അതെങ്ങനെ വർക്ക് ആവുന്നത് നമുക്ക് തിയേറ്ററിൽ തന്നെ കാണണം. പക്ഷേ കാരണം ഇന്ന് നമുക്ക് റീൽസിൽ ടപ്പെന്ന് അടിച്ചിട്ട് പോകുന്ന ഒരു സാധനത്തിന് സ്വാഭാവികമായിട്ടും, പക്ഷേ പ്രണയം എനിയുടെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിലൂടെ അല്ലെങ്കിൽ അവൻ രണ്ടുപേരും ചെയ്ത ആ പരിപാടി നന്നായി വന്നാൽ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇവരുടെ ഈ പ്രണയം റിലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള സിനിമകളും ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ രണ്ടൊരു എക്സ്ട്രീമാണ്. ഒന്ന് ഇഷ്ടപ്പെടും, ഒന്ന് ബോറടിക്കും എന്ന് പറയും, ലാഗ് ഉണ്ടെന്ന് പറയും, ഇതൊക്കെയാണല്ലോ പൊതുവെ പറയുന്നത്. അപ്പോൾ അതിന് ഏത് എക്സ്ട്രീം വേണമെങ്കിലും ആവാം. ഇത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു സമയത്ത്, സ്ലോ പേസ്ഡ് അല്ലെങ്കിൽ ഭയങ്കര. പിന്നെ അവിടുന്ന് എനിക്ക് തോന്നുന്നു തട്ടം അല്ലെങ്കിൽ GVMന്റെ പടങ്ങളൊക്കെ വന്നപ്പോഴാണ് റൊമാൻസിന് പോലും ഒരു പേസ് അല്ലെങ്കിൽ അടുത്തടുത്ത ജമ്പാണ് പലതും. കുറച്ചുകൂടെ കോം എന്നൊക്കെ പറയുന്നത്, ഇത് ഭയങ്കര പ്യോർ റൊമാൻസ് ആണ്. ഇപ്പൊ തട്ടം പോലും കുറച്ച് എനിക്ക് തോന്നുന്നു കോമിലൊക്കെ പെടുത്താവുക. ഇത് നമുക്ക് റൊമാൻസ് ആണ് ജോണർ, ടോട്ടൽ ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻസാണ്.
അല്ലാതെ കോമഡി എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ എലമെന്റ് കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവാണ്. 3 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ അടികപ്പിയാരെ കൂട്ടാൻ വേണ്ടിയിട്ട് 2ാം ഭാഗം വരുമല്ലോ. അപ്പൊ ശരീരം ഒത്തിരി വലിയ മാറ്റം വരുത്തണ്ടേ പണ്ടത്തെ കഥാപാത്രം? ഉറപ്പായിട്ടും, അതുകൊണ്ടാണല്ലോ ചെയ്യാതിരിക്കുന്നത്. ഓക്കെ. 2, ഏറ്റവും വലിയ പൃഥ്വിരാജ് ഫാൻ ബോയ് ആയിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് ഈ തിര 2 സംവിധാനം ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അത് ഒരു പ്രൊജക്റ്റ് ആയിട്ട് മൗണ്ട് ചെയ്യുന്നതിനെ പറ്റി. അതിന്റെ ഇപ്പൊ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താ? തിര 2 എന്തായാലും ചെയ്യും. അപ്പൊ ഒരു ഫാൻ ബോയ് സംഭവമായിരിക്കും. അല്ല, ഞാൻ രാജുവേട്ടനെ വെച്ചിട്ട് എന്നുള്ളത് അങ്ങനത്തെ ഒരു പ്ലാനൊന്നും ഇല്ല. അത് റൂമറാണ്. അപ്പം തിര 2 എന്തായാലും ചെയ്യും. പക്ഷെ അടുത്തൊരു ഒരു പടം ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ തിര 2 ചെയ്യുള്ളൂ. കാരണം തിര 2ന്റെ ഭയങ്കര വലിയ സ്കെയിലാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് ഒരു പ്രൊഡക്ഷന് പിച്ച് ചെയ്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു അതിൻ്റെ ഒരു കാലതാമസമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു വലിയ വലിയ സിനിമകൾ അല്ലെങ്കിൽ കാരണം തിര 1 തന്നെ അത്യാവശ്യം കോസ്റ്റായ സിനിമയാണ് അന്ന്. അപ്പം കാരണം ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്ത് ഇത്രയും സ്കെയിലിൽ നമ്മൾ ഷൂട്ട് ചെയ്ത അന്ന്. അപ്പം അതുകൊണ്ട് തന്നെ തിര 2 അതിൻ്റെ മുകളിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് തിരക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകളാണ്. അപ്പം അതിൻ്റെ ഒരു ഗ്രാൻഡിയറും അതിൻ്റെ ഒരു ഇത് വലിപ്പം ഇല്ലെങ്കിൽ അത് ഇതാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റ് ഒരു വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊന്ന് ഇൻഡസ്ട്രി ഒന്നുകൂടെ നെക്സ്റ്റ് ലെവലിലോട്ട് ഇതാകുന്ന സമയം നമ്മളും അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും. അത്രേ ഉള്ളൂ. ഞാൻ പിച്ച് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഉള്ള കഥകൾ ആലോചിക്കുന്നുണ്ട്, കഥകളുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിനേക്കാളും പുള്ളി വലിയ വലിയ സിനിമകൾ ഇത്തിരി തിരക്കും പരിപാടി. അപ്പം ഞാൻ വെച്ചു അത്തരത്തിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം പോയിട്ട് ഒരു ഇതായിട്ട് എന്നോട് അവസാനം വിളിച്ച വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ സാറ് വിളിച്ചു. എന്താ പറഞ്ഞ? യു ഡിഡ് എൻ എക്സലന്റ് ജോബ് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, അതൊക്കെ വലിയ സന്തോഷം. കാരണം ഇങ്ങോട്ട് വിളിച്ച് നമ്മുടെ സാറ് വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ച് ഒരുപാട് പേര് വിളിച്ചു അത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ. അതിൽ ഏറ്റവും സന്തോഷം തോന്നിയ വിളി കാരണം അവർ ചെയ്യാനിരുന്ന റോളായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം ലാൽ സാർ മറ്റേ ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ. അപ്പോൾ അവർ ചെയ്യാനിരുന്നൊരു സാധനം നമ്മൾ പോലും അറിയുന്ന 1 മാസം മുന്നേ. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവർ ചെയ്യേണ്ടിയിരുന്നൊരു സാധനം നമ്മൾ ചെയ്തിട്ട് കുറച്ചെങ്കിലും നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വലിയൊരു അപ്രിസിയേഷൻ അല്ലേ, പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ പോലത്തെ ഒരാളുടെ